പ്രിയപ്പെട്ട അവിട്ടം നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയാനുള്ളത്. കഴിഞ്ഞ കാലയളവുകളിൽ തുടങ്ങിവെച്ച ചില കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ഈ വർഷം അവസരമുണ്ടായി വരുന്നതാണ്. മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള നല്ലതും മോശവുമായ പ്രവൃത്തികളുടെ ഫലം ഇക്കൊല്ലം അനുഭവേദ്യമാവുന്നതാണ്. പുതിയ വസ്തു, വാഹനം, ഗൃഹനിർമ്മാണം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിനും പഴയ വീട് പുതുക്കി പണിയുന്നതിനുമുള്ള അവസരമുണ്ടാകുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഉല്ലാസയാത്രകൾ പോകുന്നതിനും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനുമുള്ള അവസരം ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ധനച്ചിലവ് അല്പം ഏറിയ വർഷമായതുകൊണ്ട് തന്നെ വരവ് ചിലവ് കണക്കുകളിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വായ്പ എടുത്ത തുക കുടിശ്ശിക വരുത്തുന്നത് മൂലം അധികൃതരുടെ ഭാഗത്തു നിന്നും നോട്ടീസുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. ചിട്ടി, ലോൺ മുതലായവ എടുക്കുന്നവർ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കുടുംബജീവിതത്തിൽ ചെറിയ പൊരുത്തക്കേടുകൾക്ക് സാധ്യത കാണുന്നു. പഴയ കാര്യങ്ങളെ വെറുതെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ വലുതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി മുതലായവ ചെയ്യുന്നവർക്ക് ഈ വർഷം നേട്ടമുണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തരാഹിത്യം മൂലം പഴി കേൾക്കാനിടയാകുന്നതാണ്. തൊഴിലിൽ ചില അനിശ്ചിതത്വങ്ങളും തൊഴിൽ തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം. ജാഗ്രതയോടുകൂടി മുന്നോട്ടു പോവുക. സർക്കാർ മേഖലയിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ നേട്ടങ്ങൾ കൈവരിക്കാനാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിൽ നേരിയ തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതാണ്. മേലധികാരികളിൽ നിന്നും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വന്നേക്കാം. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നവർ അല്പം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. പരിചയസമ്പന്നരിൽ നിന്നുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. കുറച്ചുകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ ചിലപ്പോൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. വിദഗ്ധ വൈദ്യോപദേശം തേടുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ്. പഠനകാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിരുത്തി ചെയ്യേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വിപുലമാക്കുന്നതിനുള്ള അവസരം ഈ വർഷം ഉണ്ടായി വരുന്നതാണ്. കൂട്ടായ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിലുള്ള പഠനം നടത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ സാമാന്യമായ ഫലങ്ങൾ ഇവയൊക്കെയാണ്. ഇവയിൽ നല്ലതും മോശവുമായ ഫലങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നൈവേദ്യം, പാൽപായസം കഴിക്കൽ എന്നിവ നടത്തുന്നതും, ദേവീക്ഷേത്രത്തിൽ സിന്ദൂരാർച്ചന നടത്തുന്നതും, ശിവക്ഷേത്രത്തിൽ മാസത്തിൽ 7 കണക്കിന് ജലധാര നടത്തുന്നതും, കൂവളമാല സമർപ്പിക്കുന്നതും, അയ്യപ്പ ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന സമർപ്പിക്കുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.